സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ജനഗണമനയതി നായക ജയ ഹേ ഭാരത ഭാഗ്യവിധ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ പറയുമ്പോഴത്തേന് എവിടെ ചാടും? ജനഗണമനയാണോ? അത് വളരെ എന്ത് റെസ്പെക്റ്റോടെ ചെയ്യേണ്ടതാ? അത്രയും റെസ്പെക്റ്റ് ഇല്ലേ ആശീർവാദത്തിന്? അത്രയും റെസ്പെക്റ്റ് ഇല്ലേ ആശീർവാദത്തിന്? അപ്പോൾ ഒരു കാര്യം മറക്കരുത്, ലൈവ് പോവുകയാണ്. വിത്ത് ഓൾ റെസ്പെക്റ്റ്, ഭക്തി എന്ന് പറയുന്നത് അറ്റുപോകരുത്. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, ഇന്ദ്രിയജയോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി ഉണ്ട്. പത്രോസിന്റെ ലേഖനം വായിച്ചാൽ മതി. ഭക്തി മറക്കരുത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? എത്ര മണിക്കൂറുണ്ട്? കുറയ്ക്കുകയാണ്. പുതിയ കമ്മിറ്റി വന്നപ്പോൾ വീണ്ടും തീരുമാനിക്കുന്നു. രാവിലെ തുടങ്ങിയ ആരാധന വൈകുന്നേരമായിട്ടും തീരാത്ത ദിവസങ്ങൾ ഞാൻ എൻ്റെ അനുഭവത്തിലുണ്ട്. പക്ഷെ പുതിയ കമ്മിറ്റിയൊക്കെ വരുമ്പോൾ എന്താ ചെയ്യുന്നറിയാമോ? എന്തിൻ്റെ സമയം കുറയ്ക്കുക? ആരാധനയുടെ സമയം കുറയ്ക്കുക. ഞാൻ ഇവിടുത്തെ സ്ലോട്ടൊക്കെ വെച്ചുള്ള ആരാധന അല്ല പറയുക. ഇതെല്ലാവരും കേൾക്കല്ലേ, ഹാർവസ്റ്റ് ടി വി റിപ്പോർട്ട് ചെയ്യല്ലേ, ലൈവ് ഇടുകയല്ലേ. പണ്ടൊരു ഗൾഫിൽ നിന്നൊരു അച്ചായൻ നാട്ടിൽ വരുമ്പോഴേ, ഗൾഫല്ലേ ഇത്, ഗൾഫിൽ നിന്ന് അച്ചായൻ നാട്ടിൽ വരുമ്പോൾ അടുത്തുള്ളൊരു പാവത്തിന് എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഒരു 1000 രൂപ കൊടുക്കുമായിരുന്നു. ഒരു പ്രാവശ്യം കൊടുത്തില്ല. പോകാറായപ്പോൾ ഈ പുള്ളി വന്ന് പറഞ്ഞു, നമ്മുടെ 1000 അണ്ണ. ഈ പുള്ളി പറഞ്ഞു, സഹോദരൻ ഭയങ്കര ടൈറ്റായിപ്പോയി, കാരണം വീട് പണി തുടങ്ങി, അതുകൊണ്ടാണ് തരാനൊക്കാഞ്ഞ്. അണ്ണ ഇയാളെടുത്ത് ചോദിച്ചു, എൻ്റെ 1000 എടുത്ത് വേണം നിനക്ക് വീട് പണിയാൻ. എൻ്റെ 1000 എടുത്ത് വേണം നിനക്ക് എന്ത് പണിയാൻ എന്ന് പറഞ്ഞ പോലെ കർത്താവ് ചോദിക്കും, എൻ്റെ അരമണിക്കൂർ എടുത്ത് വേണോ കുഞ്ഞെ നിനക്ക് കറങ്ങാൻ പോകാൻ? അതുകൊണ്ട് ആരാധനയുടെ സമയം കുറയ്ക്കരുത്. ആരാധനയുടെ സമയം കുറയ്ക്കരുത്. ആരാധനയുടെ ഭക്തി കുറയ്ക്കരുത്. ആലയത്തിന് ടാറ്റു അടിക്കരുത്. ദൈവസഭയ്ക്ക് ദോഷം ചെയ്യരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നമ്മളെ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാകുന്ന സഭയോട് ചേർത്ത് വെക്കുമ്പോൾ അത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. എല്ലാ ദൈവസഭകൾക്കായി സ്വതന്ത്ര സഭ എന്ന് പറയുമ്പോൾ ആഗോള സഭയുണ്ട്, അദൃശ്യമായ ദൈവസഭ. അപ്പോൾ തന്നെ പ്രാദേശിക സഭകളുണ്ട്. പ്രാദേശിക സഭ വിഷ്വലായിട്ടുള്ള കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ചെറിയ ബോഡികളാണ്. അതിന് യാതൊരു വിധമായ മുറിവുകളും ഞാൻ മൂലമുണ്ടാകാൻ പാടില്ലെന്ന് എല്ലാവരും ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. അങ്ങനെ തീരുമാനിക്കുന്നവർ ഇന്ന് രാത്രി സമാപന രാത്രി, തീരുമാനങ്ങളുടെ രാത്രി, നമുക്ക് ദൈവത്തോടും തീരുമാനിക്കാൻ, ഞാൻ മൂലം എൻ്റെ പ്രാദേശിക സഭയ്ക്ക് ഒരു മുറിവ് ഉണ്ടാകാൻ ഞാൻ അനുവദിക്കത്തില്ല. അങ്ങനെ മുറിവുകളൊക്കെ ഉണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. ഒരു വീടല്ലേ, സഹോദരന്മാരല്ലേ, ഇതൊക്കെ ഉണ്ടാകാം. പക്ഷേ ഞാൻ മൂലം എൻ്റെ സഭയ്ക്കൊരു ദോഷം വരാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന് ഹൃദയത്തിൽ തീരുമാനിക്കുന്നവർ കരമുയർത്തി ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ എന്ത് ചെയ്യുകയില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. എത്ര വലുതായാലും ഭക്തി പോകരുത്. എത്ര ഉയർത്തിയാലും ദൈവത്തോടുള്ള ആദരവ് പോകരുത്. അനാദരവുണ്ടാകരുത്. ആരാധനയിൽ നമ്മൾ പട്ടത്ത സഭകളെ പോലെ പല കാര്യങ്ങളിലും നമുക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉള്ളത് കൊണ്ട് ഭക്തി പോകാൻ പാടില്ല. ഭക്തി കൂടുകയേ ചെയ്യാവൂ, ഭക്തി കൂടുകയേ ചെയ്യാവൂ. ദൈവത്തെ ഒന്ന് സ്തുതിച്ച് എല്ലാവരും ഭക്തിയോടെ ഹല്ലേലൂയ കൈയടിച്ച് സ്തുതിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2-ാം അധ്യായത്തിൽ കാണുന്നത് 1 കുടുംബത്തിൻ്റെ കുറവ് തീർത്തു. 2 എവിടെ